എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ബയോളജിയിലെ ചാപ്റ്റർ 2 വിൻഡോസ് ഓഫ് നോളജിന്റെ ഫസ്റ്റ് പാർട്ട് ഐയുടെ പ്രൊട്ടക്ഷനെ വെച്ച് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഈ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഐയുടെ സ്ട്രക്ചർ വെച്ച് പറയുന്ന ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ അതിന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു ഇന്ന് ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഐ ആണ്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡിജിറ്റൽ ഫിഗർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചറാണ്. അപ്പം അതായിട്ട് തന്നെ കാണിക്കുന്നതിനെക്കാട്ടി ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് അപ്പം ഇതാണ് ഐയുടെ സ്ട്രക്ചർ. അതായത് അതിന് നമ്മൾ സ്ട്രൈറ്റ് നോക്കുമ്പോഴല്ല, ഐയുടെ ഒരു സൈഡ് വ്യൂ അല്ലേ. ഇപ്പം ഇങ്ങനെയല്ലേ നമ്മുടെ കണ്ടിരിക്കുന്നത്, ഇങ്ങനെ നോക്കുമ്പോഴല്ല സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ. അതായത് ഇപ്പം ഈ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കണ്ണിൻ്റെ വ്യൂ, സൈഡ് വ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഈ ഫിഗർ വെച്ച് അതുമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്കിനി ആദ്യം ഇതിൻ്റെ പാർട്സ് ഒക്കെ അടയാളപ്പെടുത്താം. പാർട്സ് അടയാളപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഐക്ക്, നമ്മുടെ കണ്ണിന് 3 ലെയേഴ്സ് ഉണ്ട്. ഐ ഹാവ് 3 ലെയേഴ്സ് അല്ലേ. ഒന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ സ്ക്ലീറ. അതായത് ഇവിടെ സ്ക്ലീറ എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ കണ്ണിന്റെ സ്ക്ലീറ ഇസ് ദ വൈറ്റ് ഔട്ടർ ലെയർ ഓഫ് ദ ഐ അല്ലേ. നമ്മുടെ കണ്ണിന്റെ ഔട്ടർ ലെയർ ആണ്, അത് വൈറ്റ് കളറാണ്. നമ്മുടെ കണ്ണിന്റെ വൈറ്റ് പോർഷൻ ഇല്ലേ, അതാണ് സ്ക്ലീറ. ഈ ഫിഗർ ആണ് മനസ്സിലായത് വരില്ല, ടെസ്റ്റിൽ ക്ലിയർ ആയിട്ടുള്ള ഫിഗർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഔട്ടർ ലെയർ ആണ് സ്ക്ലീറ. അതിൻ്റെ അകത്തുള്ള സെക്കൻഡ് മിഡിൽ ലെയർ ആണ് കൊറോയിഡ്. ഇനി അതിനകത്തുള്ള ഇന്നർ ലെയർ ആണ് റെറ്റിന. ആദ്യം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ 3 ലെയേഴ്സ് ഓഫ് ഐ ഏതൊക്കെയാണ്? സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. അപ്പൊ ഈ സ്ക്ലീറ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സ്ക്ലീറ ഈസ് ദ വൈറ്റ് ഔട്ടർ ലെയർ അല്ലെ, വൈറ്റ് കളറാണ്, അത് ഔട്ടർ ലെയർ ഓഫ് ദ ഐ ആണ്, വിച്ച് ഗീവ് ഫേർമിനെസ് ടു ദ ഐ. അപ്പം ഈ സ്ക്ലീറയുടെ ഫംഗ്ഷൻ എന്താണ്? ഐക്ക് ഒരു ഫേർമിനെസ്, ഒരു പെർഫെക്ഷൻ കൊടുക്കും അല്ലെ, അതാണ് സ്ക്ലീറയുടെ ഫംഗ്ഷൻ. ഇനി അടുത്ത പാർട്ടാണ് കൊറോയിഡ്. കൊറോയിഡ് എന്ന് പറഞ്ഞാൽ സ്ക്ലീറയുടെ അകത്തുള്ള, സ്ക്ലീറ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ലെയർ, അതിനകത്തുള്ള അടുത്ത ലെയർ ആണ് കൊറോയിഡ് എന്ന് പറയുന്നത്. കൊറോയിഡ് ഇസ് ദ മിഡിൽ ലെയർ. അപ്പൊ കൊറോയിഡ് എന്ന് പറയുന്നത് സ്ക്ലീറയുടെ അകത്തുള്ള, അതാ റെറ്റിനയുടെ പുറത്തുള്ള. സ്ക്ലീറ ഏറ്റവും ഔട്ടർ ലെയർ, അത് കഴിഞ്ഞ് കൊറോയിഡ്, അത് കഴിഞ്ഞ് റെറ്റിന. അപ്പം സ്ക്ലീറ ഇസ് ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ് ഫേർമിനെസ് ടു ദ ഐ, ആൻഡ് കൊറോയിഡ് ഇസ് ദ മിഡിൽ ലെയർ, അതായത് സെക്കൻഡ് ലെയർ ആണ്, വിച്ച് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ. നമ്മുടെ കണ്ണിപ്പോൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഞരമ്പിട്ട് റെഡ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഒരുപാടില്ല, ഇത്തിരി കാണാൻ പറ്റും. സോ ദ കൊറോയിഡ് ഇസ് ദ മിഡിൽ ലെയർ വിച്ച് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. ഈ ബ്ലഡിന്റെ നെർവ്സ് പോലെ, വെസൽസ് പോലെ ഇങ്ങനെ കിടക്കുന്നത് ഈ കൊറോയിഡ് ആയ മിഡിൽ ലെയറിലാണ്. ദെൻ റെറ്റിന എന്ന് പറഞ്ഞാൽ ഈ കൊറോയിഡിന്റെ സ്ക്ലീറയുടെ അകത്തുള്ള ഒരു ലെയർ ആണ്. റെറ്റിന ഇസ് ദ ഇന്നർ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസെപ്റ്റർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഐക്കകത്ത് ഫോട്ടോ റിസെപ്റ്ററിനെയാണ് ഐ റിസീവ് ചെയ്യുന്നത്. ഐ റിസെപ്റ്റർ ഫോട്ടോ റിസെപ്റ്റർ ആണ്, സ്റ്റിമുലൈ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. അപ്പൊ ഈ റെറ്റിനയ്ക്കകത്താണ് ഐയുടെ ഫോട്ടോ റിസെപ്റ്റർ മൊത്തം ഉള്ളത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആദ്യം ബേസിക് ആയിട്ട് തന്നിരിക്കുക. This is the structure of eye, and this eye has 3 layers: sclera, choroid, retina. What is sclera? Sclera is a white outer layer which gives firmness to the eye. പിന്നെ കൊറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോയിഡ് ഇസ് ദ മിഡിൽ ലെയർ വിച്ച് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. പിന്നെ റെറ്റിന എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്റിന ഇസ് ദ ഇന്നർ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഇനി ഈ സ്ക്ലീറ ഉണ്ടാക്കിയിരിക്കുന്ന കുറെ ഇങ്ങനെ കണക്റ്റീവ് ആയിട്ടുള്ള, ഈ ടിഷ്യൂ മറ്റേ ടിഷ്യൂ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിഷ്യൂസ് കൊണ്ടാണ് സ്ക്ലീറ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെയേഴ്സിനെ പറ്റി ആദ്യം പക്കായിട്ട് അറിഞ്ഞിരിക്കുക. സോ സ്ക്ലീറ എന്ന് പറഞ്ഞാൽ സ്ക്ലീറ ഇസ് എ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ് ഫേർമിനെസ് ടു ദ ഐ, ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. And what is choroid? Choroid is the middle layer which has large number of blood vessels. Then what is retina? Retina is the inner layer which has photoreceptors. ആ ഒരു കൺസെപ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ സ്ക്ലീറയ്ക്കകത്തുള്ള 2 പാർട്ടാണ്, കോർണിയ ആൻഡ് കൺജക്റ്റീവ. ദിസ് ഈസ് ദ കോർണിയ. ഇതാണ് കോർണിയ, ഇതാണ് കൺജക്റ്റീവ. കൺജക്റ്റീവനെ പറ്റി, കൺജക്റ്റീവയുടെ ഫംഗ്ഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കോർണിയായും കൺജക്റ്റീവായും ആണ് സ്ക്ലീറയുടെ 2 പാർട്സ്. കോർണിയ ഇസ് ദ പ്രൊജക്റ്റഡ് ആൻഡ് ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? റെറ്റിന ആണ് ഇന്നർ ലെയർ വിച്ച് ഹാസ് ദ ഫോട്ടോ റിസെപ്റ്റർ. ഫോട്ടോ റിസെപ്റ്റർ ഉള്ളത് റെറ്റിനയ്ക്കകത്തോടാണ്. അപ്പോൾ ഈ ഫോട്ടോ റിസെപ്റ്ററിലേക്ക് ലൈറ്റ് എത്തിയാൽ മാത്രമേ നമുക്ക് കാഴ്ച വിസിബിൾ ആകത്തുള്ളൂ.
അപ്പം ഈ ഫോട്ടോ റിസപ്റ്ററിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് വിടുന്ന, റെറ്റിനയിലേക്ക് ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്ത് വിടുന്ന ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് കോർണിയ. വാട്ട് ഈസ് ദ കോർണിയ? കോർണിയ ഈസ് എ എന്താണ്? കോർണിയ ഈസ് എ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. കോർണിയ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് ആണ്. പ്രൊജക്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനൊരു തള്ളലുണ്ട് അല്ലെ, നമ്മുടെ കണ്ണ് ഇങ്ങനെ പരന്നാണോ ഇരിക്കുന്നത്? അല്ല. അപ്പൊ കണ്ണിന് ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊരു ബൾജിങ് ഉണ്ട്, ഒരു ബൾജാണ്, പ്രൊജക്റ്റഡ് ആണ്. സോ കോർണിയ ഇറ്റ് ഇസ് ദ പ്രൊജക്റ്റഡ്, അതായത് ബൾജ്ഡ് ആണ്. ദെൻ ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ലൈറ്റ് റേസിനെ സ്മൂത്ത് ആയിട്ട് കടത്തി വിടുന്നതാണ് ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടുന്നു. കോർണിയ ഇറ്റ് ഇസ് ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറന്റ് ആൻഡ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. നമ്മുടെ സ്ക്ലീറ എന്ന് പറഞ്ഞ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് വിച്ച് ഗിവ് ഫോമിനസ് ടു ദ ഐയുടെ ആന്റീരിയർ പോർഷൻ, അതായത് ഫ്രണ്ട് പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ കോർണിയ എന്ന് പറയുന്നത്. സോ കോർണിയ ഇറ്റ് ഇസ് എ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറന്റ് ആൻഡ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. അപ്പം നമ്മുടെ റെറ്റിനയിലേക്കാണ് ഫോട്ടോ റിസപ്റ്റർ ഒക്കെ ഉള്ളത്. അപ്പൊ റെറ്റിനയില് ഈ കോർണിയ ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ച്, അപ്പൊ ലൈറ്റ് ഈ കോർണിയ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റഡ് ആണ്, ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ്. സോ ഇത് ട്രാൻസ്പെറന്റ് ആണ്, ലൈറ്റ് റേസിനെ കടത്തി വിടും. ആൻഡ് ഇറ്റ് ഈസ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ അല്ലേ. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ ഈ ലെയറിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ പോർഷനാണ്, ഫ്രണ്ട് പോർഷനാണ് കോർണിയ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു റിഫ്രാക്ട് ലൈറ്റ് റേസ്, ലൈറ്റ് റേസിനെ റിഫ്ലക്ട് ചെയ്ത് വിടും ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. റെറ്റിനയിലേക്ക് ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്ത് വിടുന്നതാണ് കോർണിയയുടെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 3 layers of eye, സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. സ്ക്ലീറയിൽ 2 പാർട്സ് ഉണ്ട്, കോർണിയ, കൺജക്റ്റീവ. വാട്ട് ഈസ് കോർണിയ? കോർണിയ ഇസ് എ പ്രൊജക്റ്റഡ് transparent anterior part of the sclera which refract light rays to focus on the retina. Clear ആയല്ലോ? Then അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടാമത്തേത് അല്ലേ, ഫസ്റ്റ് പാർട്ടാണ് കോർണിയ, സെക്കൻഡ് പാർട്ടാണ് കൺജക്റ്റീവ. കൺജക്റ്റീവ എന്താണ്? The layer which covers and protects the front part of the sclera, I mean the anterior part of the sclera except the cornea. കറക്റ്റ് അല്ലേ? നമ്മുടെ ഈ ഫിഗറിൽ നോക്കണമെന്നില്ല, നമ്മുടെ കണ്ണിൽ തന്നെ നോക്കിയാൽ മതി അല്ലേ. നമ്മുടെ ഞാൻ പറഞ്ഞു എന്താണ് കൺജക്റ്റീവ എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഇതാണ് ഒരു കണ്ണെങ്കിൽ ഇവിടെ വൈറ്റ് കളറാണ്, അതായത് ഇത് സ്ക്ലീറ ആണ്. സ്ക്ലീറയുടെ ആന്റീരിയർ പോർഷനിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് കോർണിയ, അതായത് നമ്മുടെ കൃഷ്ണമണിയൊക്കെ നിൽക്കുന്ന സ്ഥലം ആണ് കോർണിയ. ഈ കോർണിയയുടെ ഈ സൈഡിലുള്ള സാധനം ഇതാണ് കൺജക്റ്റീവ. അപ്പം ഈ കോർണിയാനെ കൺജക്റ്റീവ കവർ ചെയ്യുന്നുണ്ടോ? ഇങ്ങോട്ട് കയറിയാണോ നിൽക്കുന്നത്? അല്ല, കോർണിയാനെ കൺജക്റ്റീവ കവർ ചെയ്യില്ല. പക്ഷേ കോർണിയ ഒഴിച്ചുള്ള എക്സെപ്റ്റ് ദ കോർണിയ, സ്ക്ലീറയുടെ ബാക്കി എല്ലാ പോർഷനെയും കവർ ചെയ്യുന്ന ഒരു ലെയർ ആണ് കൺജക്റ്റീവ എന്ന് പറയുന്നത്. സോ കൺജക്റ്റീവ ഇറ്റ് ഈസ് ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ എക്സെപ്റ്റ് ദ കോർണിയ. കോർണിയാനെ കവർ ചെയ്യില്ല. കോർണിയ എന്ന് പറഞ്ഞാൽ സ്ക്ലീറയുടെ ആന്റീരിയർ പോർഷൻ ആണ്. കോർണിയാനെ ഒഴിച്ചുള്ള, കോർണിയാനെ കവർ ചെയ്യാതെ സ്ക്ലീറയുടെ ബാക്കിയുള്ള എല്ലാ പോർഷനെയും കവറും പ്രൊട്ടക്റ്റും ചെയ്യുന്ന ലെയർ ആണ് എന്നിട്ട് പറയുന്നത് കൺജക്റ്റീവ. So sclera, it is a white outer layer which is made up of connective tissues and which give forminess to the eye. And sclera has 2 parts, cornea and conjunctiva. What is cornea? Cornea is a projected, transparent, anterior part of the sclera which refract light rays to focus on the retina. And what is conjunctiva? Conjunctiva is the layer which protects and covers the anterior part of the sclera except the cornea. അപ്പോൾ കോർണിയാനെ ഒഴിച്ച് ബാക്കി കവർ ചെയ്യുന്നതാണ് കൺജക്റ്റീവ എന്ന് പറയുന്നത്. ഈ ലൈറ്റ് റേസിന് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് കോർണിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ദിസ് ഈസ് എ സ്ക്ലീറ. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് പോകാം. കൊറോയിഡ്. കൊറോയിഡ് എന്താണ് നമ്മൾ പറഞ്ഞത്? കൊറോയിഡ് ഈസ് ദ മിഡിൽ ലെയർ വിച്ച് ഹാസ് എ നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. ഇഷ്ടം പോലെ ബ്ലഡ് വെസൽസ് ഉള്ള സ്ക്ലീറയുടെ തൊട്ട് പുറകിലുള്ള ഒരു മിഡിൽ ലെയർ ആണ് കൊറോയിഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കൊറോയിഡ് ഹാസ് 2 parts, iris and a pupil. This part is the iris, ഈ part, and this is the pupil. This part is the iris and this is the pupil. These are the 2 parts of choroid, which is the middle layer and which has a number of blood vessels. So choroid is the middle layer which has number of blood vessels, and this choroid has 2 parts, iris and pupil. എന്താണ് ഈ iris? Iris എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷ്ണമണി, കൃഷ്ണമണിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കൃഷ്ണമണിയുടെ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, അത് വേറൊരു കളറിലായിട്ട് കാണപ്പെടും അല്ലേ, അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്
ഐറിസ് ദ പാർട്ട് ഓഫ് കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദ കോർണിയ അല്ലെ. കോർണിയ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇതിന്റെ പുറകിലാണ് ഐറിസ് ഉള്ളത്, നമ്മുടെ കൃഷ്ണമണി ഉള്ളത്. നമ്മൾ നോക്കുമ്പോൾ പക്ഷേ വെള്ള, അതായത് കോർണിയയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷേ കോർണിയയുടെ പുറകിലാണ് ഐറിസ് ഇരിക്കുന്നത്. കോർണിയ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. സോ ഐറിസ് ഇസ് ദ പാർട്ട് ഓഫ് കൊറോയിഡ്. കൊറോയിഡിന്റെ ഒരു പാർട്ടാണ് ഐറിസ് അല്ലെ. ഈ ലെയർ അല്ലേ ഈ ലെയറുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പാർട്ട് എന്ന് പറയുന്നത്. സോ ഐറിസ് ഇസ് അപ്പം കൊറോയിഡ് ഇസ് ദ മിഡിൽ ലെയർ വിച്ച് ഹാസ് എ നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. ഇനി ഐറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറിസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് കൊറോയിഡ്, അതോ കൊറോയിഡിന്റെ ഒരു പാർട്ടാണ് വിച്ച് സീൻ ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയുടെ പുറകിലുള്ള കൊറോയിഡിന്റെ ഒരു പാർട്ടാണ് ഐറിസ് എന്ന് പറയുന്നത്. സോ ഐറിസ് ഇസ് ദ പാർട്ട് ഓഫ് കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദ കോർണിയ. Then presence of a pigment called melanin gives iris a dark color. അപ്പൊ ഈ ഐറിസിന് ഒരു ഡാർക്ക് കളർ ഉണ്ട്. നമുക്കറിയാം കൃഷ്ണമണിക്ക് ഒരു കറുത്ത ചിലവർക്കൊക്കെ ബ്ലൂ കളറൊക്കെ ഉണ്ട്. എനിവേ ഇറ്റ് ഹാസ് എ ഡാർക്ക് കളർ, ഒരു കറുത്തൊരു കളർ. 90% ആൾക്കാർക്ക് കറുത്ത കൃഷ്ണമണിയാണ്. സോ ആ ഒരു ഡാർക്ക് കളറിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ. ഐറിസിന് മാത്രമല്ല നമ്മുടെ മുടിക്ക് കളർ, ബ്ലാക്ക് കളർ കിടക്കുന്നതൊക്കെ ഈ പിഗ്മെന്റ് ആണ്. So iris is the part of the choroid seen behind the cornea. കോർണിയയുടെ പുറകിലുള്ള കൊറോയിഡിന്റെ ഒരു പാർട്ടാണ് ഐറിസ് എന്ന് പറയുന്നത്. ഇനി the presence of pigment melanin gives iris a dark color. ഐറിസിന് ഡാർക്ക് കളർ കൊടുക്കുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിന്റെ പ്രസൻസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു കൊറോയിഡിന്റെ ഒന്നാമത്തെ പാർട്ടാണ് ഐറിസ്, രണ്ടാമത്തെ പാർട്ട് ആരാണ്? പ്യൂപ്പിലാണ്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഐറിസിന്റെ സെന്ററിലുള്ള ഒരു പോയിന്റ് ആണ്, അപ്പേർച്ചർ ആണ്. So, what is pupil? Pupil is the aperture. Aperture എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? എ പോയിന്റ്, ഒരു പോയിന്റ് ആണ്. അതായത് ഇപ്പം ഇതാണ് കൃഷ്ണമണി എങ്കിൽ ആ കൃഷ്ണമണിയുടെ നടുക്കായിട്ടൊരു ഇതാണ്. സോ പ്യൂപ്പിൽ ഇറ്റ് ഈസ് ദ അപ്പേർച്ചർ, ഒരു പോയിന്റ് ആണ്. സീൻ ഇൻ ദ സെന്റർ ഓഫ് ഐറിസ്. ഐറിസ് എന്ന് പറഞ്ഞ കൃഷ്ണമണി അതിന്റെ സെന്ററിൽ കാണുന്ന ഒരു പോയിന്റ് ആണ് പ്യൂപ്പിൽ എന്ന് പറയുന്നത്. The size of this aperture increases and decreases depending on the intensity of light. ലൈറ്റിന്റെ നമ്മുടെ കണ്ണിലോട്ട് ഫോൾ ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതും കുറയുന്ന അനുസരിച്ച് ഈ പ്യൂപ്പിളിന്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യും. അത് അടുത്ത ടോപ്പിക്കാണ്, അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. തൽക്കാലം ആ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരിക്കുക. So choroid is the middle layer which has a number of blood vessels, and choroid has two parts, iris and pupil. What is iris? Iris is a part of choroid seen behind the cornea. The presence of pigment melanin gives iris a dark color. What is pupil? Pupil is the aperture seen at the center of iris, and size of the pupil increases or decreases depending on the intensity of light. ആ സെന്റൻസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്, അടുത്ത ടോപ്പിക്കാണ്, അതാണ് അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്ത ലെയർ ഏതാണ്? റെറ്റിന അല്ലേ. നമ്മൾ സ്ക്ലീറാന്റെ 2 പാർട്സ് പറഞ്ഞു, കൊറോയിഡിന്റെ 2 പാർട്സ് പറഞ്ഞു. അടുത്ത ലെയർ ആയ റെറ്റിന. റെറ്റിന എന്തായിരുന്നു? റെറ്റിന ഈസ് ദ ഇന്നർ ലെയർ വിച്ച് ഹാസ് എ നമ്പർ ഓഫ് ഫോട്ടോറിസെപ്റ്റർ. ഫോട്ടോറിസെപ്റ്റർ ഏറ്റവും കൂടുതലുള്ള ലെയർ ആണ് റെറ്റിന. ഇറ്റ് ഹാസ് 2 പാർട്സ്. ഫസ്റ്റ് വൺ ഈസ് യെല്ലോ സ്പോട്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബ്ലൈൻഡ് സ്പോട്ട്. ഈ ഒരു കുരുവുണ്ടോ ഈ റെറ്റിനയിൽ ഇവിടെ ഒരു മീൻസ് സംതിങ്, ആ ഒരു കുരുവിനെയാണ് നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. യെല്ലോ സ്പോട്ട്. പിന്നെ ഈ ഇത് ഇവിടെ ഉള്ള ആ കുരുവിനെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. These are the 2 parts of retina, which is the inner layer which has a number of photoreceptors. Retina is the inner layer ആണ്, it has photoreceptors, and this retina has 2 parts, yellow spot and blind spot. Clear ആയല്ലോ. ഇനി yellow spot ന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Yellow spot is the part of retina. റെറ്റിനയുടെ ഒരു പാർട്ടാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. Where plenty of photoreceptors are present. അപ്പോൾ നമ്മൾ പറഞ്ഞു retina is the inner layer which has photoreceptor. Photoreceptor ഉള്ള inner layer ആണ് റെറ്റിന. ഇനി റെറ്റിനയ്ക്കകത്ത് ഫോട്ടോറിസെപ്റ്റർ ഉണ്ട്. ഈ റെറ്റിനയിലെ ഫോട്ടോറിസെപ്റ്റർ മൊത്തം കാണപ്പെടുന്ന എവിടെയാണ്? റെറ്റിനയിലെ യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞ പോർഷനിലാണ്. സോ യെല്ലോ സ്പോട്ട് ഇസ് ദ പാർട്ട് ഓഫ് റെറ്റിന. റെറ്റിനയുടെ ഒരു പാർട്ടാണ് വിച്ച് ഹാസ് പ്ലെന്റി ഓഫ് ഫോട്ടോറിസെപ്റ്റേഴ്സ് അല്ലെ. ഇഷ്ടം പോലെ ഫോട്ടോറിസെപ്റ്റർ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് യെല്ലോ സ്പോട്ട്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് റെറ്റിന. So what is yellow spot? Yellow spot is the part of retina where plenty of photoreceptors are present. മനസ്സിലായല്ലോ. Then it is the point of maximum visual clarity. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് ഫോട്ടോ റിസെപ്റ്റർ ഉള്ളത് കൊണ്ടാണ് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വൽ ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പം ഈ ഫോട്ടോ റിസെപ്റ്ററിനെ ഇത് സഹായിക്കുന്നതാണ് ഈ യെല്ലോ സ്പോട്ട്. അപ്പോൾ യെല്ലോ സ്പോട്ടിനകത്താണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ യെല്ലോ സ്പോട്ടിനകത്ത് ഹെൽപ്പ് ചെയ്യുന്ന, അപ്പോൾ യെല്ലോ സ്പോട്ടിനകത്ത് ഫോട്ടോ റിസെപ്റ്റർ ഉള്ളപ്പം യെല്ലോ സ്പോട്ടിലേക്ക് വീഴുമ്പോഴാണ് അവിടെ ഫോട്ടോ റിസെപ്റ്റർ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഈ ഫോട്ടോ റിസപ്റ്ററിലോട്ട് ഉള്ളപ്പോഴാണ് അവിടെ മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ലഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വിഷ്വലൈസേഷൻ കൂടുതൽ, കാഴ്ച കൂടുതൽ ലഭിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. So yellow spot is the part of retina where plenty of photoreceptors are present. It is the point of maximum visual clarity. Then the next part is blind spot. Blind spot എന്ന് പറയുമ്പോൾ എന്താ, ബ്ലൈൻഡ് ആണ്, അതായത് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പിക്ചർ ആയിട്ടാണ് പറയുന്നത്. എന്താണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്? ബ്ലൈൻഡ് സ്പോട്ട് ഇസ് എ പാർട്ട് ഓഫ് റെറ്റിന. അതായത് യെല്ലോ സ്പോട്ടും റെറ്റിനാലെ പാർട്ടാണ്, ബ്ലൈൻഡ് സ്പോട്ടും റെറ്റിനാലെ പാർട്ടാണ്. ദ പാർട്ട് ഓഫ് റെറ്റിന where the optic nerve begins. എന്താണ് ഈ ഒപ്റ്റിക് നെർവ്? അതായത് കണ്ണിലേക്ക് പോകുന്ന നെർവ്. ഇതാണ് ഒപ്റ്റിക് നെർവ്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്ന സ്ഥലമാണ്. റെറ്റിനയിലെ പാർട്ടായ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്ന സ്ഥലത്തിനാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഹിയർ there is no vision as the photoreceptors are absent. അപ്പൊ യെല്ലോ സ്പോട്ടിൽ ഫോട്ടോറിസെപ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ഫോട്ടോറിസെപ്റ്റർ ഇല്ല. അതുകൊണ്ടാണ് അതിന്റെ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. ഫോട്ടോറിസെപ്റ്റർ അവിടെ ഇല്ല. സോ ഹിയർ there is no vision is possible. അപ്പൊ ഫോട്ടോറിസെപ്റ്റർ ഇല്ലാത്തപ്പോൾ ഇവിടെ ചെന്ന് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ലൈറ്റ് നേരെ ബ്ലൈൻഡ് സ്പോട്ടിലോട്ട് അടിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് ബ്ലൈൻഡ് ആയി പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം യെല്ലോ സ്പോട്ട് ഇസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ആസ് ദ പ്ലെന്റി ഓഫ് ഫോട്ടോറിസെപ്റ്റർ ആർ പ്രസന്റ് ഇൻ ദ യെല്ലോ സ്പോട്ട്. And blind spot is the in the blind spot there is no vision clarity as the photoreceptor are absent ആയതുകൊണ്ട് വിഷ്വൽ ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഐയുടെ 3 ലെയേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? Sclera, choroid, retina. What is sclera? Sclera is a white outer layer which gives firmness to the eye and it is made up of connective tissues. Sclera has 2 parts, cornea and conjunctiva. Cornea is a projected transparent anterior part of the sclera which refract light rays to focus on the retina. And what is conjunctiva? Conjunctiva is the layer which covers and protects the anterior part of the sclera except the cornea. Already പറഞ്ഞുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. അപ്പോൾ choroid എന്താണ്? Choroid is the middle layer which has a number of blood vessels. Then choroid has 2 parts, iris and pupil. Iris is the part of choroid seen behind the cornea. The presence of pigment melanin gives iris a dark color. And pupil, it is the aperture seen at the center of iris, and size of the pupil is increases and decreases depending on the intensity of light. Then the next layer is retina. Retina is the inner layer which has a number of photoreceptors, and retina has 2 parts, yellow spot and a blind spot. What is yellow spot? Yellow spot is a part of retina which has a plenty of photoreceptors are present. Here it is the maximum visual clarity. And what is blind spot? Blind spot is a part of retina where optic nerve begins. And here there is no vision possible as the photoreceptors are absent. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഐയുടെ 3 ലെയേഴ്സ് പറഞ്ഞു, 3 ലെയേഴ്സിന്റെ ഫംഗ്ഷൻ പറഞ്ഞു, 3 ലെയേഴ്സിന്റെ പാർട്ട് പറഞ്ഞു, അതിന്റെ ഫംഗ്ഷനും പറഞ്ഞു. അപ്പൊ ഇത്രയും ഒരു ഇതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കും. ഞാൻ ഒന്നും കൂടെ പറയാം, എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.